നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കുള്ള ശിക്ഷ എന്താന്ന് വെച്ചാലേ നിന്നെ താലോലിച്ചവൾ തന്നെ തന്നോളൂ. അതിനാ അവൾ അകത്തേക്ക് പോയിരിക്കുന്നത്. ഞാൻ ചായ കുടിച്ചതാ. ഇത് അമ്മയ്ക്കല്ല. കുടിക്കേ. ഇത് കുടിക്കാനാ പറഞ്ഞത്. ഓ, കേമമായി. സൽക്കരിക്കാനാണോ നീ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്? അമ്പലത്തിൽ നിന്ന് മടങ്ങിപ്പോയവര് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നാളെ എന്തൊക്കെ പരിഹാരങ്ങളായിരിക്കും പത്മനാഭൻ തിരുമേനി നിർദ്ദേശിക്കാൻ പോകുന്നത്? ദേവനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കി വിടുവോ? നമ്മൾ എല്ലാവരും ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുവോ ഇവളെ ഒരുത്തി കാരണം? നമുക്ക് പിന്നെ സംസാരിക്കാമേ. നിന്നെ ഒന്ന് തല്ലാനുള്ള അധികാരം എനിക്കില്ലേ? അതിന് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പോണായിരുന്നോ? നാല് വാക്ക് ദേഷ്യത്തിൽ പറഞ്ഞാലും ഇത്തിരി ദൂരത്തിലേക്ക് നീക്കി നിർത്തിയാലും നീ ഇല്ലാതെ ജീവിക്കാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാണാതായപ്പോ മുതല് ആ നടയിലേക്ക് എത്തുന്നത് വരെ അമ്മയുടെ നെഞ്ചിന്റെ പിടിച്ചിൽ എന്തായിരുന്നു എന്ന് അറിയൂ നിനക്ക്? പിടിച്ച് മടിയിലോട്ട് ഇരുത്ത്, എന്നിട്ടങ്ങ് കൊഞ്ചിക്കടി. അമ്മയോട് മിണ്ടാതെ അകത്ത് പോവാനാ പറഞ്ഞത്. പിരിഞ്ഞു പോകാൻ പറ്റും നിനക്ക് അല്ലേ മോളെ? അമ്മ എന്നോട് ക്ഷമിക്കേ. ഒരുപാട് ദൂരേക്ക് പോയെന്നെ. ഭഗവാന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം. ഞാൻ കാരണം അമ്മയോ അച്ഛനെ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ അഭിമാനത്തിന് ഞാനൊരു കറുത്ത പാടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അമ്മ, അല്ലാതെ സ്നേഹിക്കാഞ്ഞിട്ടൊന്നുമല്ല. അമ്മയുടെ അടുത്തുനിന്ന് പോവുകയാണെങ്കിൽ എന്റെ ഹൃദയം അറുത്തു മുറിച്ച് എനിക്ക് പോകാൻ പറ്റും. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും ആളുകൾ വിധിച്ചോട്ടെ. പക്ഷെ നിന്നെ അമ്മ വിടില്ല, ഒരിടത്തും വിടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.